നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഗായിക അമൃത സുരേഷ് വീട്ടിൽ തിരിച്ചെത്തിയിരുന്നു. വീട്ടിൽ വിശ്രമത്തിലിരിക്കുന്ന ഗായികയുടെ ചിത്രം കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു. വിവാഹത്തിന് ശേഷം ഒരു സ്ത്രീക്ക് അനുഭവിക്കാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അമൃത. പിന്നീട് ആ വിവാഹ ജീവിതം അവസാനിപ്പിച്ച് ഡിവോഴ്സ് വാങ്ങിയെങ്കിലും മുൻ ഭർത്താവും നടനുമായ ബാല അമൃതയെയും കുടുംബത്തെയും വിടാതെ പിന്തുടരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ ഏതു തരത്തിലുള്ളതാണെന്ന് അടുത്തിടെയാണ് അമൃതയും മകളും വെളിപ്പെടുത്തിയത്. മകൾ അവന്തിക തന്നിൽ നിന്നും അകന്നുപോയത് അമൃത കാരണമാണെന്നും മകൾ ഒന്ന് കാണാൻ പോലും തനിക്ക് അവസരം ലഭിക്കാറില്ലെന്നുമൊക്കെ നിരന്തരമായി ബാല പറയാറുള്ള ഒന്നാണ്. എന്നാൽ ഒപ്പം ജീവിച്ചപ്പോൾ അനുഭവിച്ച ക്രൂരതകൾ അറിയാവുന്നതിനാൽ ബാലയോട് ഒരു തരത്തിലുമുള്ള സ്നേഹം തോന്നുന്നില്ലെന്നാണ് മകൾ അവന്തിക പറഞ്ഞത്. ഒരിക്കലും അച്ഛനായ ബാലയെ കാണാനോ അദ്ദേഹത്തോടൊപ്പം സമയം ചിലവഴിക്കാനോ താല്പര്യമില്ലെന്ന് അവന്തിക തന്നെ വീഡിയോയിലൂടെ പറയുകയും ചെയ്തു. അതോടെ ബാല അമൃത വിഷയം കൂടുതൽ വഷളായി. അമൃതയ്ക്ക് നേരെ വലിയ രീതിയിൽ സൈബർ ആക്രമണവും ഉണ്ടായി. ഇതിന് പിന്നാലെ അമൃത സുരേഷ് ആശുപത്രിയിലാകുകയും ചെയ്തു. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കാരണമാണ് അമൃത ചികിത്സ തേടിയെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം അമൃത തിരികെ വീട്ടിലെത്തുകയും ചെയ്തു. ചേച്ചി സുഖം പ്രാപിച്ചു വരികയാണെന്ന് ഫോട്ടോ സഹിതമാണ് അഭിരാമി പങ്കിട്ടതും. എന്നാൽ ഇപ്പോഴും അമൃതയുടെ നെഞ്ചിൻ്റെ ഒരു ഭാഗത്തായി ബാൻഡേജ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണാം. തിരികെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അമൃത തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് നന്ദി പറഞ്ഞും നവരാത്രി ആശംസകൾ നേർന്നും പങ്കിട്ട വീഡിയോയും കുറിപ്പുമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നതും. ഈ നവരാത്രിയിൽ ദേവി അവളുടെ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ, എല്ലാ അന്ധകാരവും തിന്മയും തുടച്ചു നീക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവളാണ്. എൻ്റെ ആരോഗ്യം കാരണം ഇപ്പോൾ എൻ്റെ ശബ്ദം ദുർബലമാണെങ്കിലും ഞാൻ പതുക്കെ സുഖം പ്രാപിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ സ്നേഹവും പിന്തുണയും കൊണ്ട് ഞാൻ വീണ്ടും ശക്തി വീണ്ടെടുക്കും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും മനോഹരമായ സമാധാനപൂർണ്ണമായ നവരാത്രി ആശംസിക്കുന്നുവെന്നാണ് അമൃത കീർത്തനം ആലപിക്കുന്ന വീഡിയോയ്ക്കൊപ്പം കുറിച്ചത്. നിരവധി പേരാണ് അമൃതയോടുള്ള സ്നേഹം അറിയിച്ച് കമൻറ്റിൽ കുറിച്ചിരിക്കുന്നത്. സംഗീതം കയ്യിലുള്ള കാലത്തോളം ഒരു സൈക്കോയ്ക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ലെന്ന് മനസ്സിലാക്കൂ. കാര്യം മനസ്സിലാക്കാതെ വിധി എഴുതുന്ന സൈബർ കീടങ്ങളല്ല താങ്കളുടെ വിധി നിർണ്ണയിക്കേണ്ടത്. എന്നും ശക്തി പകരുന്ന ശരിയായ രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന കുറച്ചെങ്കിലും പേർ ഇവിടെ ഉണ്ടെന്ന് അറിയുക. മകളെയും സഹോദരിയെയും അമ്മയെയും ചേർത്ത് പിടിച്ച് നമ്മുടെ ശത്രുക്കളുടെ ദാക്ഷിണ്യമില്ലാതെ ക്രൂരത കേൾക്കാൻ നിൽക്കാതെ ശക്തിയായ സംഗീതവുമായി മുന്നോട്ട് പോവുക, മനസ്സ് കൈവിടാതെ നോക്കുക എന്നൊക്കെയാണ് അമൃതയോടുള്ള സ്നേഹം പങ്കുവെച്ച് ആരാധകർ കമൻറ്റിൽ കുറിച്ചിരിക്കുന്നത്. അതേസമയം ഇതുവരെയും തൻ്റെ രോഗം എന്താണെന്ന് അമൃത വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ബാലയ്ക്കൊപ്പം താമസിച്ചപ്പോൾ ശരീരത്തിനേറ്റ പീഡനങ്ങളുടെ ബാക്കി പാത്രമാകും ഇപ്പോഴുള്ള അസുഖങ്ങൾക്ക് പിന്നിലെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ. കാരണം അടുത്തിടെ സംസാരിക്കവേ ബാല ഉപദ്രവിച്ചതിൻ്റെ പാടുകളും അതുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളും താൻ ഇപ്പോഴും ചികിത്സിക്കുന്നുണ്ടെന്നും അമൃത വെളിപ്പെടുത്തിയിരുന്നു. ഇന്നും ഞാൻ ചികിത്സയിലാണ്. അന്ന് അടിയും തൊഴിയും കൊണ്ടതിൻ്റെ ആഘാതം വലുതായിരുന്നു. ഇടയ്ക്കിടെ രക്തസ്രാവം ഉണ്ടാകുന്നത് കൊണ്ട് ചികിത്സയിലായിരുന്നു. ശരീരത്തിലെ പാടുകൾ കളയാൻ ഇന്നും ചികിത്സ ചെയ്യുന്നു. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ എന്നാണ് സൈബർ ആക്രമണം നടത്തുന്നവരോട് പ്രതികരിച്ച അമൃത ആദ്യമേ പറയുന്നതും. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.